നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾ വിപണിയിലെ വമ്പന്മാരായ ഓല ഇലക്ട്രിക്കിന്റെ ഏറ്റവും പുതിയ മൂന്നാം പാദ ഫലങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓലയുടെ ഓഹരി ഉടമകൾക്കും EV പ്രേമികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. കമ്പനിയുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായെങ്കിലും ലാഭക്ഷമതയിലേക്കുള്ള ദൂരത്തിൽ ചില പോസിറ്റീവ് സൂചനകളും ഈ റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഓല ഇലക്ട്രിക്കിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 470 കോടി രൂപയാണ്. മുൻ വർഷം ഇതേ സമയത്ത് ഇത് 1045 കോടി രൂപയായിരുന്നു എന്നോർക്കണം. അതായത് വരുമാനത്തിന്റെ ഏകദേശം 55% കുറവ്. വിൽപ്പനയുടെ കാര്യമെടുത്താൽ മുൻ വർഷം 84,029 യൂണിറ്റുകൾ വിറ്റഴിച്ച സ്ഥാനത്ത് ഈ ക്വാർട്ടറിൽ കേവലം 32,680 യൂണിറ്റുകൾ മാത്രമാണ് കമ്പനിക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചത്. എന്നാൽ ഈ തകർച്ചയ്ക്കിടയിലും ശ്രദ്ധേയമായൊരു നേട്ടം കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അത് അവരുടെ ഗ്രോസ് മാർജിനാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 34.3% ഗ്രോസ് മാർജിൻ കൈവരിക്കാൻ ഓലയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം ഇത് വെറും 18.6%. കമ്പനിയുടെ ചിലവുകൾ കുറയ്ക്കാനും നിർമ്മാണ രീതികൾ പരിഷ്കരിക്കാനും എടുത്ത സ്ട്രക്ചറൽ റീസെറ്റ് എന്ന തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് CEO ഭവിഷ് അഗർവാൾ വ്യക്തമാക്കുന്നുണ്ട്. കമ്പനിയുടെ നഷ്ടം കഴിഞ്ഞ വർഷത്തെ 564 കോടി രൂപയിൽ നിന്ന് 487 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് നഷ്ടം അല്പം വർദ്ധിച്ചു എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓല ഇപ്പോൾ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. വിൽപ്പനയുടെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ ഉപരിയായി കമ്പനിയുടെ അടിത്തറ ശക്തമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സ്റ്റോറുകളുടെ എണ്ണം 700 കുറച്ചു. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സർവീസ് കാര്യക്ഷമമാക്കാനും അവർക്ക് സാധിച്ചു. ഇതിന്റെ ഫലമായി സർവീസ് പരാതികൾ പരിഹരിക്കാനുള്ള സമയം 14 ദിവസത്തിൽ നിന്ന് 7 മുതൽ 8 ദിവസമായി കുറഞ്ഞു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. മറ്റൊരു പ്രധാന വാർത്ത ഓലയുടെ ഗിഗാ ഫാക്ടറിയെ കുറിച്ചാണ്. സ്വന്തമായി നിർമ്മിച്ച 4680 ഭാരത് സെല്ലുകൾ ഇപ്പോൾ വണ്ടികളിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. സെൽ ഉൽപാദനം ഇരട്ടിയായി വർദ്ധിച്ചു. 2026 മാർച്ചോടെ ഗിഗാ ഫാക്ടറിയുടെ ശേഷി 6 ഗിഗാവാട്ട് അവറായി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കൂടാതെ ഓല ശക്തി എന്ന പേരിൽ വീടുകളിലേക്കുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും കമ്പനി അവതരിപ്പിച്ചു. വിപണിയിലെ സാഹചര്യം നോക്കിയാൽ ഓലയുടെ ഓഹരി വിലയിൽ വലിയ ഇടിവാണ് ഈ റിസൾട്ടിന് ശേഷം ഉണ്ടായത്. ഏകദേശം 7% ഇടിഞ്ഞ ഓഹരി വില 30 രൂപയ്ക്ക് താഴെയെത്തി. എന്നാൽ ഈ റിസൾട്ടിന് പിന്നാലെ നിക്ഷേപകരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ നിലപാടാണ്. ഓലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ചിലർ പുറത്തുവിടുന്നത്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ MK ഗ്ലോബൽ ഓലയുടെ റേറ്റിംഗ് ബൈയിൽ നിന്ന് നേരിട്ട് സെല്ലിലേക്ക് താഴ്ത്തി. ഇതിനു മുൻപ് 50 രൂപ ടാർഗറ്റ് പറഞ്ഞിരുന്ന അവർ ഇപ്പോൾ ഇത് വെറും 20 രൂപയാക്കി കുറച്ചിരിക്കുന്നു. അതായത് നിലവിലെ വിലയിൽ നിന്നും 30% ഇടിവാണ് അവർ പ്രവചിക്കുന്നത്. വരുമാനം 55% കുറഞ്ഞതും കമ്പനി ഇപ്പോൾ ഒരു കടക്കെണിയിലേക്ക് നീങ്ങുന്നതും അവർ എടുത്തു പറയുന്നു. മറ്റൊരു പ്രമുഖ സ്ഥാപനമായിട്ടുള്ള കൊട്ടക് സെക്യൂരിറ്റീസും പറയുന്നത് ഓലയ്ക്ക് വരും വർഷങ്ങൾ വളരെ പ്രയാസകരമായിരിക്കുമെന്നാണ്. കമ്പനിയുടെ നഷ്ടം തുടരുന്നത് മൂലധനത്തെ ബാധിക്കുമെന്നും സർവീസ് പ്രശ്നങ്ങളും മത്സരവും കടുക്കുന്നതോടെ ഓലയുടെ വിപണി വിഹിതം ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ വിപണി വിദഗ്ധർ ഇപ്പോൾ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ഓഹരിയുടെ കാര്യത്തിൽ നൽകുന്നത്. ഇതേസമയം ഏഥർ എനർജി, TVS, ബജാജ് തുടങ്ങിയ കമ്പനികൾ EV വിപണിയിൽ വൻ വളർച്ച നേടുന്നു എന്നതും ഓലയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ചുരുക്കത്തിൽ ഓല ഇലക്ട്രിക് ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വരുമാനവും വിപണി വിഹിതം കുറയുന്നുണ്ടെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കാനും സാങ്കേതികമായി സ്വയം പര്യാപ്തത നേടാനുമുള്ള അവരുടെ ശ്രമങ്ങൾ വരും ക്വാർട്ടറുകളിൽ ബലം കാണുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം.